മോഹൻലാലിനെതിരെ RSS മുഖവാരിക ഓർഗനൈസർ. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്ന ഓർഗനൈസറിൽ ലേഖനം. പാകിസ്ഥാൻ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ ജമാഅത്തെ ഇസ്ലാമിയിൽ പങ്കെടുക്കുന്നത് തെറ്റെന്നും ലേഖനത്തിൽ. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, എപ്പോഴാണ് ഓർഗനൈസറിൽ ഈ ലേഖനം വന്നിരിക്കുന്നത്? നേരത്തെ എമ്പുരാൻ വിഷയത്തിൽ മോഹൻലാലിനെതിരെ അടക്കം വിമർശിച്ചുകൊണ്ട് ഓർഗനൈസറിൽ പലതവണ ലേഖനങ്ങൾ വന്നിരുന്നു. ഈ ലേഖനത്തിൽ എന്തൊക്കെയാണ് കൃത്യമായി പറയുന്നത്? ലക്ഷ്മി, ഗൾഫ് മാധ്യമം, അതായത് ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ഗൾഫ് മാധ്യമം ഗൾഫിൽ സംഘടിപ്പിച്ച ഒരു എക്സ്പോയിലാണ്, അതായത് ബിസിനസ് എക്സ്പോയുമായി ബന്ധപ്പെട്ട് ഷാർജ എക്സ്പോയിലാണ് മോഹൻലാൽ പങ്കെടുത്തിരിക്കുന്നത്. ആ ഷാർജ എക്സ്പോയിൽ മാധ്യമം, അതായത് ഗൾഫ് മാധ്യമം നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുന്ന മോഹൻലാലിന് ആദരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തെ ആദരിക്കുന്ന പടം സഹിതമാണ് ഓർഗനൈസർ ലേഖനം വന്നിട്ടുള്ളത്. പിന്നീടാണ് വിമർശനത്തിൻ്റെ ഒരു കാഠിന്യം വലുതാകുന്നത്. നമുക്കറിയാം, എമ്പുരാൻ വിവാഹത്തിന് ശേഷം, എമ്പുരാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം എങ്ങനെയാണ് ഓർഗനൈസർ മോഹൻലാലിനെതിരെയും സിനിമയ്ക്കെതിരെയും അതിലെ സംവിധായകനെതിരെയും ഒക്കെ രൂക്ഷമായ വിമർശനവും ലേഖനങ്ങളും ഉണ്ടായത്. അതിൻ്റെ തുടർച്ച എന്ന് വേണം ഇതിനെ കാണാൻ. അതായത് എമ്പുരാൻ വിവാദത്തിന് ശേഷവും ഈ എമ്പുരാനിലുണ്ടായ വിവാദങ്ങൾക്ക് ശേഷവും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തത് എന്തിന്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ, ഇത് ഓർഗനൈസറുടെ ലേഖനത്തിലെ ചോദ്യങ്ങളാണ്. രണ്ടാമത്, ഇന്ത്യയിൽ ഈ വലിയ രൂപത്തിലുള്ള ഭീകരാക്രമണം നടക്കുന്നു, അല്ലെങ്കിൽ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ എന്തിനീ പരിപാടിയിൽ ക്ഷണം സ്വീകരിച്ച് പോയി? ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്നുള്ള സംഘടനകളാണ്, ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള സംഘടനകളാണ്. അങ്ങനെയെങ്കിൽ ഒരു ഭീകരവാദ സംഘടനയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാൽ എന്തിന് പങ്കെടുത്തു എന്നത് മറ്റൊരു ആരോപണം. അടുത്തത് പിന്നീട് വരുന്നത്, മോഹൻലാൽ ഇന്ത്യയിലെ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലാണ്. ആ ലഫ്റ്റനന്റ് കേണലായിരിക്കുന്ന പദവിയിലിരിക്കുന്നയാൾ ജമാഅത്തെ ഇസ്ലാമി പോലൊരു ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരു സംഘടന നടത്തിയ പരിപാടിയിൽ മോഹൻലാൽ എന്തിന് പങ്കെടുത്തു? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് പ്രധാനമായും ഈ ലേഖനത്തിൽ ചോദിക്കുന്നത്. അതിനുശേഷം മോഹൻലാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ ആ വലിയ രൂക്ഷമായ വിമർശനമാണ് ആ ലേഖനത്തിനുടനീളം വരുന്നത്. മോഹൻലാൽ ഈ ബഹുമതികൾ സ്വീകരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഔചിത്യം മോഹൻലാൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ബഹുമതികൾ സ്വീകരിക്കുന്നതിൽ ഔചിത്യം മോഹൻലാലിന് തോന്നിയിട്ടില്ലേ? ഇത് സമാനമായി പാകിസ്ഥാൻ എന്നൊരു സംഘടന മോഹൻലാലിനെ ക്ഷണിച്ചാൽ മോഹൻലാൽ പോകുമോ? ബഹുമതികൾക്കൊപ്പം സമ്മാനവും പണവും നൽകാൻ പാകിസ്ഥാൻ സംഘടനകൾ തീരുമാനിച്ചാൽ മോഹൻലാൽ സ്വീകരിക്കുമോ? അങ്ങനെ മോഹൻലാലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഓർഗനൈസറിൽ, അത് RSSന്റെ മുഖവാരികയായ ഓർഗനൈസറിൽ വന്നിട്ടുള്ളത്. ആ ലേഖനം ഇങ്ങനെ തുടരുന്നു. മോഹൻലാലിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ഗൾഫ് മാധ്യമം ആതിഥേയത്വം വഹിച്ച ഷാർജ എക്സ്പോ സെൻറ്ററിൽ മോഹൻലാൽ അതിഥിയെ എത്താൻ പാടില്ലായിരുന്നു. അതിഥിയെ എത്തിയത് വലിയ വിവാദങ്ങൾക്കിടയാക്കും. എമ്പുരാൻ വിവാദത്തിന് ശേഷം, അതായത് എമ്പുരാനിലെ വിവാദങ്ങൾ നമുക്കറിയാം, മോഹൻലാലിനും അറിയാം. ആ മോഹൻലാൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാർജ എക്സ്പോയിൽ അല്ലെങ്കിൽ ഈ മാധ്യമത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെ അതേസമയം രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ ഇതുപോലൊരു പരിപാടിയിൽ, ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിൽ ഔചിത്യമില്ല. ആ ഔചിത്യമില്ലാതെയാണ് മോഹൻലാൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനിയുള്ളതാണ് ശ്രദ്ധേയം. യാഥാസ്ഥിക നിലപാടുകൾക്കും സിനിമയോടും എതിർപ്പുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ സിനിമയോട് എതിർപ്പുള്ള സംഘടന ഇന്ന് വരെ ഒരു നടനെയും ആദരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നടനെയും ആദരിക്കാത്തൊരു സംഘടന ഇപ്പോൾ ഇന്ത്യ ഭീകരവാദത്തിനെതിരെ പോരാടുമ്പോൾ മോഹൻലാൽ പോയി ആ ആദരവ് വാങ്ങാൻ പാടില്ലായിരുന്നു, ആ ബഹുമതി വാങ്ങാൻ പാടില്ലായിരുന്നു. അത് മോഹൻലാലിന് അറിയാവുന്നതാണ് എമ്പുരാനിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയും അതിൻ്റെ കഥയും ആ സിനിമയുടെ ട്രീറ്റ്മെൻറ്റും എല്ലാം നടത്തിയിട്ടുള്ളത് ഭീകരതയെ അനുകൂലിക്കുന്ന രൂപത്തിലാണ്. ലഷ്കർ ഇ തോയ്ബയുടെ എന്ന് പറയുന്ന സംഘടനയെ അനുകൂലിക്കുന്ന രൂപത്തിലാണ്. അതിൽ ആ ഭീകരസംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലാണ്. അതിൽ അഭിനയിച്ച മോഹൻലാൽ, അതിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അത് വിവാദമായ മോഹൻലാൽ, ഇതേ സമയം തന്നെ ഭീകര സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അതായത് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ഓർഗനൈസർ ആരോപിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മോഹൻലാൽ ആദരവേറ്റു വാങ്ങുന്നു. ഈ സംഘടന ഈ കാലം വരെ ഒരു സിനിമാ നടനെയും, മലയാളത്തിലെ ഒരു സിനിമാ നടനെയും ആദരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, യാഥാസ്ഥിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട കുപ്രസിദ്ധി ആർജിച്ച സംഘടനയാണ് എന്നുകൂടി ഇതിൽ പറഞ്ഞു വെക്കുന്നു. ഒരു കലാകാരൻ നിലയിൽ മോഹൻലാൽ എടുക്കേണ്ട നിലപാട് ഇങ്ങനെ ആയിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ആദരവ് ബഹുമതി ഏറ്റുവാങ്ങാൻ പാടില്ലായിരുന്നു. മോഹൻലാലിൻ്റെ ആ പദവി തിരിച്ചെടുക്കണം എന്നുകൂടിയാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, കുറച്ചും കൂടി ഗുരുതരമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുതരമായി ഈ ആരോപണം, ഓർഗനൈസറുടെ ആരോപണം എന്ന് പറയുന്നത്, ഇങ്ങനെ സമാന്തരമായി ചിന്തിച്ചാൽ മോഹൻലാൽ വേണമെങ്കിൽ പാകിസ്ഥാൻ എന്നൊരു സംഘടന സമാന്തരമായി ഇങ്ങനെ ബഹുമതിയോ സമ്മാനമോ കൊടുത്താൽ മോഹൻലാൽ അത് പോയി ഏറ്റുവാങ്ങാൻ തയ്യാറാകുമോ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഗുരുതരമായ 3 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഇത്തരത്തിൽ ഓർഗനൈസറിൽ RSS
മുഖവാരികയിൽ ഇങ്ങനെ ഒരു ലേഖനം വരുന്നു. അത് സംസ്ഥാനത്തെ BJP നേതൃത്വം ഈ ആരോപണങ്ങൾ ഏറ്റെടുക്കുമോ? മോഹൻലാലിനെതിരായ സമ്മർദ്ദം ശക്തമാക്കുമോ? മോഹൻലാൽ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുമോ? ഇതായിരിക്കും നമ്മൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, വിഷയങ്ങളല്ലേ? തീർച്ചയായും മുൻപ് എമ്പുരാൻ വിഷയം ഉണ്ടായപ്പോഴും ഇത്തരം ആരോപണങ്ങളൊക്കെ ഗുരുതരമായി വന്നിരുന്നു, പല കോണുകളിൽ നിന്നൊക്കെ വന്നിരുന്നതാണ്. പക്ഷേ മോഹൻലാൽ അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. മോഹൻലാൽ സിനിമയുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മോഹൻലാലിൻ്റെ ഒരു സാധാരണഗതി നമുക്കറിയാവുന്ന മോഹൻലാലിനെ നമുക്കറിയാം. മോഹൻലാൽ ഇതൊന്നും പരിഗണിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ സിനിമയുമായി പോകുന്ന ഒരാളാണ്. പക്ഷേ RSSO BJP ഇക്കാര്യത്തിൽ ഇതിൻ്റെ ഒരു വിശദീകരണമായി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചോദ്യങ്ങളുമായി ആരോപണങ്ങളുമായി BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം BJP കഴിഞ്ഞ എമ്പുരാൻ വിഭാഗത്തിലും ഒരു പരിധിവരെ നിഷ്പക്ഷത പാലിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതാൻ RSSും ഓർഗനൈസറും തയ്യാറായിരുന്നു. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്ന രൂപത്തിൽ ഓരോ തവണയും, അതായത് പൃഥ്വിരാജിനെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും എമ്പുരാനിനെക്കുറിച്ചും പോയാൽ പൃഥ്വിരാജിനെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ഏതെല്ലാം തരത്തിൽ അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വിവാദങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നോ അതിനെല്ലാം ഈ ഓർഗനൈസറുടെ ലേഖനങ്ങൾ, നമ്മളുടെ ഓർമ്മയിൽ ഏതാണ്ട് 4ഓ 5ഓ ലേഖനങ്ങളാണ് തുടർച്ചയായി വന്നിരുന്നത്. ഇതൊരു വാരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഓരോ ആഴ്ചയിൽ ഓരോ ലേഖനം എന്ന രൂപത്തിലാണ്. അങ്ങനെ ഓരോ ആഴ്ചയിൽ ഓരോ ലേഖനം എന്ന രൂപത്തിൽ വരികയും ചില ലേഖനങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതായത് ആ ലേഖനത്തിൽ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത കാമ്പില്ല എന്നുള്ള അർത്ഥത്തിൽ ചില ലേഖനങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകളാണ് പിന്നീട് വന്നിരുന്നത്. ഇതൊരു പക്ഷേ കുറച്ചും കൂടി ഗൗരവതരമാണ് കാര്യങ്ങൾ. കാരണം ഒരു സിനിമയ്ക്കപ്പുറത്തേക്ക് ഒരു മാധ്യമം, അതായത് കേരളത്തിൽ വലിയ പ്രചാരമുള്ള മാധ്യമം, അത് വിദേശത്ത് ഗൾഫിൽ അതിനേക്കാൾ വലിയ പ്രചാരമുള്ള മാധ്യമം, ആ മാധ്യമത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആരോപണം. ആ മാധ്യമത്തിന് മറ്റൊരു സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇങ്ങനെ ആ മാധ്യമം നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ആ മാധ്യമമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കേരളത്തിൽ ഇത്തരം പരിപാടികൾ നടത്തിയാൽ മോഹൻലാൽ പങ്കെടുക്കുമോ എന്നടക്കമുള്ള വിവിധങ്ങളായ ചോദ്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഓർഗനൈസർ പോയേക്കും. എന്തായാലും ഈ ചോദ്യങ്ങൾ ഗുരുതരമാണ്.